ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ബിഗ് ബോസിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം നമ്മുടെ ബിഗ് ബോസൊക്കെ തീരാറായി. എല്ലാവരും എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്നതാണ്. ഇനി ഏതാനും ദിവസങ്ങളും കൂടി ഉള്ളൂ, ഒരു 5 ദിവസം കൂടി ഉള്ളൂ. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു വരുന്നത് ഗബ്രിയാണ്. അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് നല്ല വോട്ടൊക്കെ ഉണ്ട്. പക്ഷെ സിജോ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴാണ് സിജോ ഔട്ടായത്. എന്തായാലും ബിഗ് ബോസിൽ ഗബ്രി കടന്നു വരുന്നു. ഇപ്പോൾ ജാസ്മിന് ഭയങ്കര സന്തോഷമായിരിക്കും. ജാസ്മിനും മറ്റേ ഗബ്രി ആയിരുന്നല്ലോ ഭയങ്കര കൂട്ടം. അവൻ പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് മുതൽ കളി ഒന്നും കൂടെ ഉഷാറാവുമായിരിക്കും. അപ്പോൾ എന്തായാലും ഗ്രാൻഡ് ഫിനാലെ എടുത്തു. ആർക്കാണ് ഇപ്രാവശ്യം കപ്പടിക്കുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ജിൻഡോയ്ക്ക് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ജിൻഡോ ഒത്തിരി സഹിച്ചാണ് അതിൽ നിന്നത്. അതുപോലെ തന്നെ ഗബ്രി നല്ലതായിരുന്നു. ജാസ്മിന് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതുപോലെ ഇതിലിപ്പോൾ ആരാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. ശ്രീതു, അതുപോലെ നമ്മുടെ അഭിഷേക്, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് വന്ന് കളി തീരാറായപ്പോഴാണ് എല്ലാവരും അടിപൊളിയായിട്ട് വരുന്നത്. അതുപോലെ നന്ദനക്കുട്ടി പോയതിൽ എനിക്കൊരു സങ്കടമുണ്ട്. നന്ദനക്കുട്ടി നല്ലതായിരുന്നു. എന്തായാലും ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ കാണണം. കറണ്ട് ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കറണ്ടില്ലെങ്കിൽ ആകെ കഷ്ടമാവും, ലൈവ് കാണാൻ പറ്റില്ല. പിന്നെ യൂട്യൂബിൽ കാണാം. എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് ഫുൾ എപ്പിസോഡും കാണാൻ സാധിച്ചു. പിന്നെ ലാലേട്ടൻ്റെ അവതരണ ശൈലിയാണെങ്കിൽ പറയാനും വയ്യ, വളരെ രസകരമായിട്ടുണ്ട്. കുട്ടികളുടെ ഇത്തവണത്തെ കളികളും ഗെയിമുകളും കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ഒത്തിരി ഗെയിം ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, എല്ലാവരും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.